കർക്കിടകത്തിന്റെ കരിമേഘങ്ങൾ മാറും മുൻപേ ഇത്തവണ അത്തപ്പുലരി നേരത്തെ എത്തി. മുറ്റത്ത് പൊൻവെയിൽ പരന്നു തുടങ്ങുമ്പോൾ എൻ്റെ ഓർമ്മകൾ വീണ്ടും കുട്ടിക്കാലം പ്രാപിച്ചു. എൻ്റെ ഇരട്ടപ്പൂമ്പാറ്റകൾ തുമ്പപ്പൂവും തേടി പൂക്കട്ടയുമായി നാട് ചുറ്റാൻ ഇറങ്ങി. പൂക്കൾ തേടി പറന്നു നടക്കുന്ന മറ്റു 2 ചിത്രശലഭങ്ങളും അവർക്ക് വഴി കാണിച്ച് മുന്നേ പറന്നു. ിൽ നിന്നും തുളസിക്കതിർ പറിക്കുമ്പോൾ തുളസിക്കതിരിന്റെ മണമുള്ള കാറ്റും ആ കുഞ്ഞു മനസ്സുകളുടെ കളങ്കമില്ലാത്ത ചിരിയും ചേർന്ന് ആ നിമിഷത്തെ ഒരു നിത്യസുന്ദര കാവ്യമാക്കി മാറ്റി. വലിയ സന്തോഷങ്ങൾ തേടിപ്പോകുന്ന ഈ ലോകത്തിൽ പച്ചപ്പുകൾക്കിടയിൽ നിന്ന് പൂക്കളെ നുള്ളിയെടുക്കുന്ന ആ കുഞ്ഞു കൈകളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആനന്ദം ഒളിഞ്ഞിരിക്കുന്നത്. പൂക്കൊട്ടയിൽ നിറയെ തുമ്പപ്പൂക്കളും തുളസിക്കതിരും മുല്ലപ്പൂക്കളും പറിച്ച് അവർ ഓടിയെത്തി. പൂക്കളത്തിൽ ആദ്യ ദിനത്തെ പൂക്കളം ഒരുങ്ങി. കൊട്ടയിൽ ബാക്കിയായ പൂക്കൾ കളയാൻ അവരുടെ കുരുന്നു മനസ്സിന് സങ്കടം നേരിട്ടു. എങ്ങനെ കളയും? ഇത്ര പ്രയാസപ്പെട്ടുണ്ടാക്കിയെടുത്ത അവരുടെ വലിയ ധനപ്പെട്ടി വെറുതെ എങ്ങനെ പാഴാക്കും? എന്തുകൊണ്ടെന്നറിയില്ല, മണിക്കുട്ടി ഈ ഇടയായിട്ട് തീരെ സഹകരിക്കാറില്ല. സഹായിയായി അഷ്റഫ് ഭായിയെ കൂടെ കൂട്ടി. തുമ്പപ്പൂ കൊണ്ട് എനിക്കറിയാവുന്നത് ആകെ കൂടി ഒരു പൂവട. അതാണെങ്കിൽ അവർക്ക് ഇഷ്ടവുമല്ല. ആട്ടിൻപാലും തുമ്പപ്പൂവും മുത്തങ്ങക്കിഴങ്ങും ചേർത്ത് വല്യമ്മ ഉണ്ടാക്കിയ ആ തുമ്പപ്പൂ കൂട്ട് മക്കളിൽ തെല്ലൊരാവേശം പരത്താമെന്ന് ഉമ്മയുടെ ഉള്ളം മൊഴിഞ്ഞു. ദേഹരക്ഷയുടെ മാസമായ കർക്കിടകത്തിലെ അത്തത്തിന് ഇതിലും യോജിച്ച ഒരു വിഭവമില്ല. ആട്ടിൻപാലിന്റെ വെണ്മയിൽ തുമ്പപ്പൂവിന്റെ വെണ്മയ്ക്ക് കോട്ടം തട്ടിയതായി കണ്ണുകൾക്ക് തോന്നി. ഗുണത്തിൽ നേട്ടങ്ങൾ മാത്രമാക്കാൻ ഉമ്മ പാൽ കുറുക്കിപ്പറ്റിച്ച് തുമ്പപ്പൂവിന്റെ സത്ത് മുഴുവനായി പാലിലേക്ക് ചേർത്തു. സ്നേഹത്തോടെ മക്കൾക്ക് മുന്നിലേക്ക്. ങ്ങളുടെ കുസൃതിയും ആട്ടിൻപാലിന്റെ മണവും മരച്ചില്ലയിലെ പൂമ്പാറ്റകളും ഇതെല്ലാം ചേർന്ന് എൻ്റെ വീട്ടുമുറ്റത്തൊരു പുതിയ ഓണക്കാലം കൊണ്ടുവന്നു. ഓർമ്മയുടെ കൂടുകൂട്ടിയിരിക്കുന്നു. എല്ലാവർക്കും അത്തം ദിനാശംസകൾ. എന്നിൽ ചിരി അടക്കാനാകുന്നില്ല. തുമ്പപ്പൂവിന് പ്രത്യേകിച്ച് ഒരു രുചിയുമില്ലെന്ന സത്യം ആ കുരുന്നുകൾക്കറിയില്ലല്ലോ.